ഹായ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഏറ്റവും വൃത്തിയില്ലാണ്ട് വെച്ചിരിക്കുന്ന ഒരു മുറി, അതായത് അച്ചമ്മൻ്റെ മുറിയാണ്. നമ്മൾ എത്ര വൃത്തിയാക്കി കൊടുത്താലും അത് എപ്പോഴും മോശമായിരിക്കും. അപ്പൊ ആ മുറിയാണ് കാണിക്കുക. ആ മുറിയിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അച്ചമ്മ, അച്ചമ്മ. അപ്പൊ നമ്മൾ അച്ചമ്മന്റെ റൂമാണ് കാണിക്കാൻ പോണത്. ഇങ്ങോട്ട് കാണിക്കുക. അച്ചമ്മന്റെ റൂമാണ് കാണിക്കാൻ പോണേ. ഞാൻ സാധനങ്ങൾ നോക്കാൻ പോണു. കൂടെ വരുന്നൊന്നുമില്ലല്ലോ. നോക്കാൻ പോകണ്ടാ. നിങ്ങൾ വരുന്നൊന്നുമില്ലല്ലോ. അപ്പൊ വാ, ക്യാമറ വാ. അച്ചമ്മന്റെ മുറി. അപ്പൊ നമ്മളിപ്പോ കയറി പോകുന്നത് അച്ചമ്മന്റെ മുറിക്കാണ് കേട്ടോ. വാ വാ, നേരെ കയറി വരുന്ന അച്ചമ്മന്റെ മുറിയാണ് കേട്ടോ. ഇതാണ് അച്ചമ്മന്റെ മുറി. കാണിച്ചു തരാം. ഈ കാണുന്നതാണ് അച്ചമ്മന്റെ ബെഡ്. അച്ചമ്മയ്ക്ക് മറ്റേ നമ്മൾ കിടക്കുന്ന പോലത്തെ ബെഡിലൊന്നും കിടക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ ഈ ഒരു ബെഡ് ഇതിന്റെ അടിയിൽ കാണിച്ചു തരാം കേട്ടോ. അച്ചമ്മയ്ക്ക് ഒരു ചവിട്ടി, ചൂല്, വീട്ടടിക്കുന്ന ചൂലൊന്നും വെളിയിൽ വെക്കാൻ പറ്റില്ല, ചാക്ക്, പഴയ പെട്ടി, ഏതോ ഒരു കാലത്തെ പെട്ടിയാണ്, വർഷങ്ങൾ പഴക്കമുള്ള പെട്ടി, കുളിക്കണ സോപ്പ്, ചകിരി, പിന്നെ എന്തോ ഡപ്പ, പിന്നെ ഇത് കണ്ട. ഇതൊക്കെ എന്തിനാണ് അപ്പൊ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്? ഒക്കെ എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞാൽ ഒരിക്കൽ അമ്മ അത് എടുത്ത് മാറ്റിയതിന്, ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് വീട്ടിൽ ഒരു ചെറിയ വഴക്കുണ്ടായതാണ്. ഇതൊക്കെ എന്തിനു മാറ്റണമെന്നുണ്ട്? ഒരു ഉപകാരമില്ലാത്ത സാധനങ്ങൾ, വൃത്തിയില്ലാത്ത കുറെ സാധനങ്ങൾ ഇവിടെ വെക്കും. ഇതുപോലെ 2 ഡപ്പ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലെന്താണെന്ന് പറഞ്ഞാൽ മുകളിൽ പത്രം വെച്ചിട്ടുണ്ട്. അത് പൊക്കിന്ന് പറഞ്ഞത് ആക്കണ്ട. സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കണമെന്ന് അറിയാൻ വേണ്ടി വാതിൽ തുറന്ന് നോക്കുകയാണ് അച്ഛമ്മ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്താണ് ഒന്നും നോക്കണില്ല, ഞങ്ങളുടെ പൈസ ഒന്നും എടുക്കില്ല. കിടക്കാൻ വന്നാണ്. എന്നാ ശരി, കിടന്നോ. കിടക്കാൻ വന്നതൊന്നും അല്ല, അടവാണ്. പോയി കിടന്നോ. കിടന്നോ. ഇതാ ഈ ഒരു ഡപ്പന്റെ ഉള്ളിൽ എന്താണെന്ന് പറഞ്ഞതാ വീണ്ടും ഒരു ചവിട്ടി. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുറേ പ്ലാസ്റ്റിക് കവറുകൾ. ഇതിലൊന്നുമില്ല. പിന്നെ ഒരു ചാക്ക്, ഇതിലും ഒന്നുമില്ല. ഇതും ഒരു കവർ. ഒന്നും ആവശ്യങ്ങളില്ലാത്തതാണ്. ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിനോ ഒരു കാല് സംഭവം ഇത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. പിന്നെ ചെറുവണം അടുക്കളയിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. ഈ ഒരു ഡപ്പ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ഡപ്പ. ഇത് തുറന്നു എന്ന് പറഞ്ഞതാ ഒരു ഭാണ്ഡക്കെട്ട്. ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ. വീണ്ടും കവറുകളാണ്, വീണ്ടും പ്ലാസ്റ്റിക് കവർ. എന്തിനാണ് ഇത്ര പ്ലാസ്റ്റിക് കവർ? ഇവിടെ പ്ലാസ്റ്റിക് കവർ വല്ല കച്ചവടം ഉണ്ടാ? പഞ്ചായത്തുകാർക്ക് കൊടുത്തൂടെ? അതൊക്കെ വേണം. കടയിൽ പോലും ഉണ്ടാവില്ല അത്രയും കവറുകൾ. പിന്നെ ഒരു ചാക്ക്, പിന്നെ ഒരു പഴയ പത്രം, പിന്നെതാ വേറെ ഇതെന്താണ്, റസ്ക്, പിന്നെ ഒരു ഡപ്പ, 4 ഡപ്പയിൽ ബെല്ലം, പിന്നെ ഒരു പേപ്പർ, പിന്നെ ഒരു ഡപ്പയിൽ എവിടുന്നോ ഒരു അമ്പലത്തിൽ നിന്ന് ആരോ കൊടുത്ത സാധനം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുക. അടുത്തതും കൂടെ കാണിച്ചു തരാം കേട്ടാ. ഇതാ ഒരു പന്ത്, എവിടത്തേക്കോ പിള്ളേർ കളിക്കുന്ന പന്ത്, പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറ്, പിന്നെ ഏതോ ക്രിക്കറ്റ് കളിക്കുന്ന, നടന്നു പോയിട്ടിരിക്കുന്ന സമയത്ത് ക്രിക്കറ്റ് കളിക്കുന്നതിന്റെ പന്ത് കാട്ടി പോയതാണ്. അതും പെറുക്കി വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. പാവം പിള്ളേർ കളിക്കാൻ പന്ത് ഇപ്പോഴും തപ്പി നടക്കുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് കാണിച്ചു തരാം. ടേബിളാണ് കേട്ടാ. ടേബിളിൽ പിന്നെ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്താണ്. ഇതൊക്കെ കവറിലിട്ട് വെച്ചതാണ്. എന്നാലും അച്ഛമ്മയ്ക്ക് ഇതാണ്ടാവില്ല. അത് അച്ഛമ്മയുടെ ടോർച്ച്. പിന്നെ ഇതാ ഡപ്പ. നമ്മൾ എന്ത് നല്ലത് വാങ്ങിച്ചു കൊടുത്താലും ഇതൊന്നും ആർക്കും പറ്റില്ല, കവറ്. പിന്നെ ഇതെന്താണ് സാധനം? എന്താ സംഭവം? എന്താണ്? ചെരുപ്പാ. ടെൻഷൻ ആവണ്ട, ചെരുപ്പാന്ന് പറഞ്ഞപ്പ അതിനും പരിക്കറിയല്ല പറയും. പിന്നെ ഇതെന്താണ്? അത് പൽപ്പൊടി. പൽപ്പൊടിയാ. ഇതൊക്കെ വെളിയിൽ വെക്കുന്നു അച്ഛമ്മ. കവറിൽ കെട്ടി ഇവിടെ വെക്കണേ. അവിടെ ഇരുന്നാട്ടോ. നോക്കൊരു ഒരാള് വരുമ്പോ അങ്ങനെ അത് ആര് വന്നാലും ഒരു തെറ്റില്ല. ഒരു തെറ്റില്ലതാ. പൽപ്പൊടിയൊക്കെ പോണതാ. പൽപ്പൊടി കാലിടപ്പിയാണ് പൽപ്പൊടി. ഇതെന്താണ്? അതൊക്കെ നാക്ക് പഠിക്കുന്നാണ്ട് മകന്. അങ്ങനെ ഇതും കൂടെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെതാ വീണ്ടും കുറച്ച് തുണി, പിന്നെ ഒരു കവറ്, ഇതിന്റെ ഉള്ളിലും തുണി. ഇവിടെ ഈ ഒരു അലമാര ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ള എന്തൊക്കെയാ കാണിച്ചു തരാം കേട്ടാ. അതിന് മുമ്പ് ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. അച്ഛമ്മന്റെ ബാത്റൂമാണ്. അതിനെ കുറിച്ചൊന്നും കാണിക്കുന്നില്ല. അച്ഛമ്മന്റെ മുറിയാണ് ഏറ്റവും വൃത്തിഹീനമായ മുറി. ഇത് തുറന്നു എന്ന് പറഞ്ഞാൽ അതാ ഭാണ്ഡക്കെട്ടുകളാണ്. വേറെ വീട്ടിലൊക്കെ നല്ല ഡീസന്റ് ഇതാ സാധനങ്ങൾ വീഴാൻ തുടക്കണ്ട. ഭാണ്ഡക്കെട്ടുകളുടെ കൂടാരമാണ് ഇവിടെ. ഇത് കവറ്, ഒരു സഞ്ചി, പഴയ സഞ്ചി, കീറ സഞ്ചി, പായ, വീണ്ടും കവറ്,
വീണ്ടും സഞ്ചി, അതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ തുണികള്, വീണ്ടും തുണി, വീണ്ടും കഴിഞ്ഞ് BP നോക്കുന്നത്. ഒന്ന് ചിരിക്കച്ചമ്മ. ഇതൊക്കെ എന്താ അല്ലെ ഭാണ്ഡക്കെട്ടുകള്. സത്യം തരിയാണി എന്താ ബാളുവെക്കട്ടല്ല തരിയാണിയാണ് തലയാണിയൊക്കെയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ അമ്മമാര് എന്തെങ്കിലും പഴയ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. നമ്മൾ എത്ര വൃത്തിയാക്കി വെച്ചത് ഇതുപോലെ കണ്ട സഞ്ചിയിലും ചാക്കും കവറും പ്ലാസ്റ്റിക് ഇതൊക്കെ ഒന്നും ആവശ്യത്തില്ലാത്ത സാധനങ്ങൾ എടുത്ത് കത്തിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ വഴക്കായിരിക്കും. പിന്നെ അച്ചമ്മ കുളിക്കുന്ന ബക്കറ്റ് ഇതാ എപ്പോഴും റൂമിൻ്റെ ഉള്ളിലായിരിക്കും കേട്ടാ. കുളിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ബക്കറ്റ് എടുത്ത് റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കും. എന്തിനാണെന്നാണ് ഇപ്പോഴും എനിക്ക് പിടുത്തം കിട്ടാത്തത്. അതെന്തിനാണ് അച്ചമ്മ? എന്തിനാണ് അത്? വെളിയിൽ വെച്ചാൽ വെയിൽ കൊണ്ട് പൊട്ടി പോകും. ഇത് വെയിൽ കൊണ്ട് പൊട്ടിയിട്ട് പോകും വെളിയിൽ വെച്ചാ. ശരിയാണ്, സത്യമാണ് കേട്ടാ. പുതിയൊരു അറിവാണ്. പിന്നെ ഇതാ കട്ടിലിൽ ഇതുപോലെ ഒരു ഇത് കെട്ടി വെച്ചിട്ടുണ്ടാവും. ഇതെന്തിനാണ്? അത് വിളക്ക് തുറക്കുന്ന ടവലാണ്ട. വിളക്ക് വെക്കുന്ന ടവൽ എന്തിനാണ് ഇത് കട്ടിലിൽ കെട്ടി തുറക്കുന്നത്? തേച്ചിട്ട് തുറക്കുന്നു. അത് കഴിഞ്ഞെന്ന് പറഞ്ഞതാ ചൂലുകള്. ഒന്നല്ലത് ഒരുപാടുണ്ടല്ലോ. 1 2 3 9 സുന്ദരിയില്ലേ. നിങ്ങളുടെ വീട്ടില് ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ. അമ്മമാര് അപ്പന്മാരൊക്കെ ഇതുപോലത്തെ സാധനങ്ങൾ പഴയ സാധനങ്ങൾ എടുത്തു വെക്കുകയാണെങ്കിൽ നല്ല ആളാണ് കേട്ടാ. പിന്നെ അച്ഛമ്മന്റെ ഈ കട്ടിലിന്റെ അടിയിലും കുറെ സാധനങ്ങളാണ് കേട്ടോ. അതും കൂടെ കാണിച്ചു തരാം. ഒരു ഡപ്പ അടി ഒന്നുകൂടി ഡപ്പയും പിന്നെ ഒരു ചട്ടിയും. ഇതിന്റെ ഉള്ള എന്തൊക്കെയാ കാണിച്ചു തരാം കേട്ടോ. എന്താണ്? ഒന്നും എടുക്കില്ല. അതല്ല അത് ആക്കിയമ്മ അതിൽ സാധനം ഇട്ട് എടുക്കാറുണ്ട്. എന്ത് സാധനമാണ് അതിലുള്ളത്? എണീറ്റു കേട്ടോ. കട്ടക്കനാൾ ചട്ടുപിട്ടെന്ന് എണീറ്റു. പേഴ്സ് എങ്കിലും എന്തെങ്കിലും കാണാം? പണം ഉള്ളതാണോ? ഇതിലും കവറുകള്, പത്രം, ഡപ്പ, പത്രം, എന്താണ് വീണ്ടും ഡപ്പ, കാലിഡപ്പ, പിന്നെ കോല വടിയാ, ചുറ്റിക, അച്ഛന്റെ കാണണ്ടായ ചുറ്റിക. അത് അച്ഛന് കൊടുക്കുന്നത്. അത് 8 കൊല്ലമായി എന്റെ. ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ എടുത്ത് വെച്ചിരിക്കണേ? അച്ഛന്റെ പണിയായുധങ്ങളിൽ പെട്ടതല്ലേ അതൊക്കെ. ഇതെന്തിനാ ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കണേ? ആണ് അവിടെ ഇരിക്കുമ്പോ പെട്ടി 10 വെച്ചതാ. ഇതൊക്കെ ആവശ്യം വരുന്നതാണ്. കിടക്കുന്നതിനെ ഞാൻ കൊണ്ട് എടുത്തു വെച്ചാണ്. അച്ഛൻ എപ്പോഴും മറന്നൊരു തൊടി വെച്ചാണ്. അതിനെ കൊണ്ട് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നല്ല ആള് കിട്ടാ. അല്ല അതിന്റെ ഉള്ളിലെ ചുറ്റികയൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിരിക്കണേ. അതിന്റെ ഉള്ളിൽ സിമെന്റ് ഉണ്ടാവും. സിമെന്റാ മാറി ഇതിന്റെ ഉള്ളിൽ സിമെന്റ് ഒക്കെ ഉണ്ട്. ഇത്ര നല്ല ആൾക്കാര് കേട്ടാ. ഷീട്ട്, ഏതൊക്കെ കള്ളുകൂടിയന്മാരുടെ ഷീട്ടൊക്കെ ഷീട്ട് ഏതൊരു കാട്ടുന്നുള്ളതൊക്കെ എന്തിനാന്ന് പെറുക്കി ഇവിടെ കൊണ്ടുവന്ന് വീട്ടിനുള്ളിൽ കൊണ്ട് വെച്ചിരിക്കുന്ന ആ സാധനങ്ങള്. ഇതെന്താ സാധനം? ഇതെന്താണ്? അതിന് തട്ടി കുട്ടി ഉറങ്ങുന്നത്. അത് മറ്റേ കൊതുക് തിരിഞ്ഞ ഓടിക്കുന്നതാ. ഇതൊക്കെ വർക്കാവാത്ത സാധനങ്ങളാണ്. ഇതൊക്കെ പൂക്കി എറിയുന്നു. അവിടെ ഇരുന്നോട്ടെ. പറയാനും പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ നമുക്ക്. ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രശ്നമാവും. അതിന്റെ ഉള്ളിൽ അടുത്ത സാധനം മൂക്കൂടെ വലിക്കുന്നത്. എന്തിനാണ് എന്റെ അച്ഛമ്മ ഈ മുറിയിൽ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ? മൂക്ക് കൂടെ വലിക്കും. ഇതൊക്കെ കുത്തിത്തുരുക്കി വെച്ചിരിക്കാണ്. വേണ്ടാത്ത സാധനങ്ങൾ വലിച്ചറിയാൻ പറഞ്ഞ അറിയില്ല. ഞാൻ ചത്തിട്ട് നിങ്ങളൊക്കെ വലിച്ചോ. ഞാൻ ചാകുമ്പോട്ടൊക്കെ. ശരി, ഞാൻ ചാവുമ്പോട്ടോ അവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞു. സിമെന്റ് ഇപ്പൊ എന്തിനാണ് ഇവിടെ? അവിടെ പണിയോ വീട് പണിയൊന്നും ഇല്ലല്ലോ. സിമെന്റ് ഇതിന്റെ ഉള്ളിൽ ഇതാ അണ്ടാവിന്റെ ഉള്ളിൽ സിമെന്റ്. ഹായ് കാണിക്ക്. കേരള ജനത കാണട്ടെ വീട്ടിലെ അച്ഛമ്മന്റെ സാധനങ്ങള് അല്ലേ? കണ്ടോട്ടെ. എനിക്കെന്ത് പോയി. അപ്പൊ ഇതൊക്കെയാണ് അച്ഛമ്മന്റെ മുറിയിലുള്ള സാധനങ്ങൾ കേട്ടാ. നിങ്ങളുടെ അമ്മമാർക്ക് ഇതുപോലെ സാധനങ്ങൾ എടുത്തു വെക്കുകയാണെങ്കിൽ കമന്റ് ചെയ്യട്ടെ. അതൊക്കെ എടുത്തു വെച്ചിട്ട് എന്തിനാണ് അച്ഛമ്മ? ഒരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ എടുത്തു വെച്ചിട്ട് എന്തിനാണ്? അവിടെ ഇരുന്നോട്ടെ. എന്നാ ആവശ്യം വരും കൊടുക്കാനാണ്. ഞാൻ ചേർത്തിട്ട് തന്നെ അത് ബക്കറ്റിന്റെ കുരുമുളകാട്ടാ. എല്ലാ കുരുമുളക് ഉണ്ട് ഈ ഒരു മുറിയില്ലേ. കുരുമുളക് ഉണ്ട്, സിമെന്റ് ഉണ്ട്, ചുറ്റിക്കുണ്ട്, കവറുകളുണ്ട്,
ചാക്കുണ്ട്, ഒരു എന്താണ് ടേബിൾ ഉണ്ട്, കട്ടിലുണ്ട്, തുണി തുടയ്ക്കുന്നതുണ്ട്, ചൂലുണ്ട്, പിന്നെന്താണ് വേറെ ഒരു വിധത്തിലെല്ലാം അരിയുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ. ഒരു പലചരക്ക് കടാന്ന് പറയാം മൊത്തത്തിൽ പറഞ്ഞ. ഇതൊക്കെ മൂക്കിൽ വലിച്ചിട്ട് കളഞ്ഞ സാധനങ്ങളുണ്ട്, പിന്നെ എവിടെയോ ഏതൊക്കെയോ തൊടിയത്തെ ചീട്ട് കളിക്കുന്ന സാധനങ്ങളുണ്ട്. സൂപ്പർ, നിങ്ങൾ സൂപ്പറാണ് കേട്ടാ, സൂപ്പറാണ് കേട്ടാ. ചീട്ടുകെട്ട് എല്ലാരും അജി കൊണ്ടുപോയി എല്ലാം മനസ്സിലായി, എല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അച്ഛമ്മൻ്റെ മുറിയിൽ നിന്ന് നമ്മുടെ മുറിക്ക് വന്നിരിക്കുകയാണ്. എന്താ പറയുക, വേണ്ടാത്ത സാധനങ്ങൾ ഒരു പരപ്പാണ്. അതൊന്ന് മാറ്റാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ അച്ഛമ്മ വഴക്കിന് വരും. എന്താ ചെയ്യുക, പ്രായമില്ല, ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ആയിരിക്കും. ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ അമ്മമാർക്ക് ഇങ്ങനെ കാണുമെന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യട്ടാ. വേണ്ടാത്ത സാധനങ്ങളും അവരും ഇവരും അവിടെയും ഇവിടെയും കളയ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക, എന്തിനാണാവപ്പാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലായിരിക്കും റിലേറ്റബിൾ ആയിട്ടുണ്ടെന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. ഇത്ര നേരം കണ്ടതിന് ഒരുപാട് നന്ദിട്ടാ.